പ്രിന്റഡ് സ്റ്റൈലിംഗിൽ വരുന്ന അൺസ്റ്റിച്ച്ഡ് സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് കേട്ടോ. അതും ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ കണ്ട ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുള്ളി പ്രിന്റിംഗ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് പറയാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ത്രെഡിന്റെ വർക്കാണ് കേട്ടോ. അതായത് ജസ്റ്റ് പ്രിന്റ് അല്ല, ഓൾറെഡി ഇതൊരു പ്രിന്റഡ് ഫാബ്രിക് ആണ്. ബട്ട് അതിലേക്ക് തന്നെ ഫുൾ ഇതുപോലെ എംബ്രോയിഡറി, ഇത് ഫുള്ള് ത്രെഡിന്റെ എംബ്രോയിഡറി ഡിസൈൻസ് ആണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് യോക്കിൽ വരുന്ന ആ ഒരു പ്രിന്റഡ് പാറ്റേൺ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നല്ല കട്ട് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് സ്റ്റൈലിഷ് ചെയ്തിട്ടുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത്. 1390 ആണ്. ഈ ഒരു യോക്കിലെ വർക്ക് നിൽക്കുന്നത് ക്ലോസറി കാണിച്ചു കേട്ടോ. ഇതുണ്ടോ യോക്കിലെ വർക്ക് ഉണ്ടോ. യോക്കിൽ വരുമ്പോഴത്തേക്കും ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻസിന്റെ ഒരു ഹാൻഡ് ഹൈലൈറ്റ് കൊടുത്തിട്ട് അത് ഇതുപോലെ നമ്മുടെ കട്ട് ബീഡ്സും സീക്വൻസും ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഫുൾ, അതായത് ഈ ഒരു ലൈൻസ് പോലെ പോകുന്ന വർക്ക് എന്ന് പറയുന്നത് ഫുൾ എംബ്രോയിഡറി വർക്ക്, എംബ്രോയിഡറി ത്രെഡിൽ തന്നെ എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ്. അല്ലാതെ നമ്മുടെ പ്രിന്റ് ഒന്നുമല്ല വരുന്നത്, ഫുൾ എംബ്രോയിഡറി തന്നെയാണ് ചെയ്യുന്നത്. 1390 ആണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു യോക്ക് പോർഷൻ വരുന്നത്. ബാക്കും ഫുൾ ഇതുപോലെ നോർമൽ ആയിട്ട് വരുന്ന ത്രെഡ് പാറ്റേൺ ആയിരിക്കും ഫ്രണ്ട് പോർഷൻ ഫുള്ള് വരുന്നത്. ബാക്ക് പോർഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ, ഒരു സെറ്റിന്റെ ബാക്ക് പോർഷൻ കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത്. ജസ്റ്റ് അതായത് ഒരു സെൽഫ് ജെക്കോട്ട് പ്രിന്റും കൂടി വരുന്നുണ്ട്. ആ ഒരു പ്രിന്റ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ യോക്കിൽ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടം പീസ് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ടോപ്പ് ഫുള്ള് വരുന്നത്. 1390 ആണ് പ്രൈസ് വരുന്നത്. സോ ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒണിയൻ പിങ്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ്. നമ്മുടെ യോക്കിൽ ഇതുപോലെ നന്നായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സെമി പാർട്ടി വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ സെമി പാർട്ടി വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാം. ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് പാറ്റേണിൽ വരുന്ന ദുപ്പട്ട 1390 ആണ് പ്രൈസ് വരുന്നത്. എല്ലാം കൂടി ഓപ്പൺ ചെയ്തത് നമ്മൾ ആ ഫസ്റ്റ് കാണിച്ച അതേ പാറ്റേൺ തന്നെ യോക്കിൽ മാത്രമേ ഒരു ഹാൻഡിലേക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും ഈ ഒരു ത്രെഡിന്റെ ഡിസൈൻസ് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ നോർമൽ ആയിട്ടുള്ള പ്രിന്റഡ് പാറ്റേണിൽ വരുന്നത് സെമി സിൽക്ക് ഫാബ്രിക് ആണ് നമ്മുടെ ടോപ്പ് ബാക്ക് പോർഷൻ വരുന്നത്. അപ്പൊ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ്. സെമി സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സെറ്റിൽ ആയിട്ടുള്ള കളേഴ്സിലായിട്ട് വരുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് ദുപ്പട്ട, സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത്. 1390 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ചിക്കു ആണ്. നല്ല ഗോൾഡൻ മെറ്റാലിക് ഷെയ്ഡ് എന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു ഷെയ്ഡാണ്. സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഓർഗൻസ പ്രിന്റഡ് ദുപ്പട്ട. അതുപോലെ തന്നെ യോക്കിൽ നല്ല ഹാൻഡ് ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1390 ആണ് ഈ ഒരു സെമി സിൽക്ക് അൺസ്റ്റിച്ച്ഡ് സെറ്റിന്റെ പ്രൈസ് വരുന്നത്. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.